KM മാണിയുടെ സ്റ്റാച്യു ഉണ്ടാക്കി നിങ്ങൾ വെച്ചു. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വെച്ചത്? രാഷ്ട്രീയമില്ലേ? KM മാണിയോടുള്ള താല്പര്യം കൊണ്ടാണ്. കോഴമാണി കോഴമാണി എന്ന് വിളിച്ച ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. എന്നിട്ടോ അപ്പോൾ നിങ്ങൾ അച്യുതാനന്ദനെ തള്ളി പറഞ്ഞു. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാരെല്ലാം സംഖ്യകളായി. നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ പാർട്ടി പ്രചരണം പോലെ ബോർഡും അവർക്കൊരു കൊടിയും ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴി മുഴുവൻ ആ കൊടിയെ കാണത്തുള്ളൂ. നമ്മളീ കാണുന്ന കാവി കൊടിയും ഈ ചുവന്ന കൊടിയും ഒന്നും കാണത്തില്ല. പ്രബുദ്ധത എന്ന് പറയുന്നത് ഒരു കാപട്യമാണ്. ഞാൻ മറ്റവനേക്കാൾ മുകളിലാണ് എന്നുള്ളതാണ്. ഇഫക്റ്റ് നോക്കുക, എല്ലാം ഒന്നാണ്. എല്ലാ മനുഷ്യരാണ്. എല്ലാവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും നമ്മുടെ ജൈവികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒന്നാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഫ്ലോർ ഓഫ് ദ ഹൗസിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ എത്ര പൈസ കൊടുക്കാനുണ്ടോ അത് ഫുൾ പൈസ കൊടുത്തു കഴിഞ്ഞു. ഇനിയില്ല. ഇവിടുത്തെ കണക്ക് പറയുന്ന സമയത്ത് അതുണ്ട്. അത് ഇവിടുന്ന് വരുന്നത് അങ്ങനെ ഒരു കണക്കില്ല. അല്ല, ഞാൻ കരുതുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ നിഷ്പക്ഷരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പൊളിറ്റിക്കൽ കളർ വന്നിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമില്ല എന്നോ ഞാൻ ഒരു പാർട്ടിയോടൊപ്പമല്ല എന്നുള്ളതല്ല നിഷ്പക്ഷം. നിഷ്പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻധാരണയോടുകൂടി ഒരു വിഷയത്തിനെ സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ്. അന്ന് ബാലഗോപാൽ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു നോക്കുന്നുണ്ട്, നമ്മളും കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഇത്ര രൂപ കുറച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചതല്ല. ബാലഗോപാൽ വിചാരിച്ച ആ പൈസ എന്നാൽ കൂട്ടാൻ പറ്റുമോ? ബാലഗോപാലിൻ്റെ ഔദാര്യമാണോ? ഈ വാർത്ത വന്ന സമയത്ത് വിശ്വസിക്കാൻ കഴിയാതെ അന്ന് NK പ്രേമേന്ദ്രൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ശരിക്കും ബാലഗോപാൽ ഇങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ബാലഗോപാൽ പറഞ്ഞ് ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുക? CPM LDF എന്നുള്ള ഇതിൽ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന ഒരു അവഗണനയുണ്ടല്ലോ. നമുക്കിപ്പം MV ഗോവിന്ദൻ പറയുന്ന പ്രസംഗം അല്ലെങ്കിൽ പിണറായി പറയുന്ന പ്രസംഗം ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ന്യായങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം, അവഗണനയില്ലേ ശരിക്കും? അവഗണന എന്ന രീതിയിലത്തേക്ക് ഞാനതിനെ കാണുന്നില്ല. ഇത്തവണത്തെ ബജറ്റ് ഭയങ്കര നിരാശാജനകമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം എക്സ്പെക്ട് ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാനതിനെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്. BJP ചെയ്യേണ്ടിയിരുന്നത് അതാണോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് BJPക്ക് അവരിവിടെ ഫൈറ്റ് ചെയ്ത് അവർക്കൊരു MP കിട്ടുന്നു, പ്രധാനമന്ത്രി വന്ന് ആക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഒന്നുകിൽ നമ്മളീ പറഞ്ഞ പോലെ ഒരു ഹൈ സ്പീഡ് ട്രെയിൻ, അതല്ല എങ്കിൽ എയിംസ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ കേന്ദ്രത്തിൽ നിന്നൊരു ബജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ ആമവളത്തൽ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ കൊടുക്കുക, അതിന് പ്രോജക്റ്റ്, നാളികേര വികസനം എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ്, ഇത് മാത്രം ചെയ്യുന്ന സമയത്ത് ഇതല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നന്നായിട്ട് അറിയേണ്ടതാരാ? കേന്ദ്രമാണ്. പ്രത്യേകിച്ച് പോൾ ബൗണ്ടായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJP വാരിക്കോരി കൊടുത്ത ചരിത്രമേ ഉള്ളൂ. കേരളം പോൾ ബൗണ്ടാണ്. അപ്പോഴോ സത്യത്തിൽ ഇവിടെ ഒരു എയിംസിൻ്റെ ഡിക്ലറേഷൻ വന്നിരുന്നു. നാളെ അങ്ങ് പണിയൊന്നും തുടങ്ങത്തില്ല എന്ന് നമുക്കറിയാമല്ലോ. എയിംസിൻ്റെ ഒരു ഡിക്ലറേഷൻ ഇവിടെ വന്നിരുന്നെങ്കിൽ അത് കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജിങ് എന്താവുമായിരുന്നു? ഇവിടെ ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. BJPയോട് വിരുദ്ധ പൊളിറ്റിക്സാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവസാനം സുരേഷ് ഗോപി ജയിപ്പിച്ചു. സുരേഷ് ഗോപി ആക്റ്റീവായിട്ട് എയിംസിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്തു. നോക്ക്, പ്രധാനമന്ത്രിയെ തന്നു. അപ്പോൾ ഇവന്മാരെ ജയിപ്പിച്ചാൽ കാര്യമുണ്ട് എന്നൊരു സാധനം വരില്ലേ? അല്ലാതെ പ്രഖ്യാപനം നടന്ന 6-ാം മാസം ഇവിടെ എയിംസ് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം സാങ്കേതികമായിട്ട് എന്ത് പറയും? സ്ഥലം എടുത്തിട്ടില്ല, സ്ഥലം പ്രൊപ്പോസലാണ്, ഇതൊക്കെ ടെക്നിക്കാലിറ്റിയാണ്. ഞാൻ പറഞ്ഞത് ഇലക്ഷൻ എല്ലായ്പ്പോഴും നിങ്ങൾ ബാറ്റിൽ ചെയ്യുന്നത് ഒപ്റ്റിക്സിലാണ്, അല്ലാതെ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലല്ല. അപ്പോൾ പറയാവുന്ന സാധനം എന്താണ്? ഞങ്ങൾ അടുത്തത് കാണുന്നത് കേരളമാണ്. സ്ഥലമെടുപ്പ് നടപടി പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് അനുവദിക്കും. അതിന് ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം നടക്കുകയാണെങ്കിൽ ഇത്ര പൈസ ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ അലോക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം അത് കൊടുക്കാൻ പറ്റുമല്ലോ. ഇപ്പം പാവം സുരേഷ് ഗോപി എന്താ ചെയ്യേണ്ടി വരിക? അത് പൂർത്തീകരിച്ചില്ല, മറ്റേത് പൂർത്തീകരിച്ചില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരിക. ചുരുക്കി പറഞ്ഞ് BJP അദ്ദേഹത്തിനെ വെട്ടിലാക്കിയില്ലേ? ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ആൾക്കാർ ആമമുട്ടയാണ് കിട്ടിയത്, തേങ്ങയാണ് ഇവിടെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബജറ്റ് മാത്രമല്ല, നമ്മുടെ മുൻകാലങ്ങളിൽ ഇപ്പോൾ വയനാട് പുനരധിവാസം, ആ സമയത്തും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്. പിന്നെ അതിനു മുമ്പ് ഈ പ്രളയം വന്ന സമയത്ത് അങ്ങനെ മുന്നുള്ള കലാമിറ്റീസ് ഒക്കെ കാണുന്നു. പകരം മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നു. അവിടെ വിദേശ ഫണ്ട് വരുന്ന കാര്യത്തിൽ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നു. കേരളത്തിൽ അത് പറ്റില്ല, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അല്ല, ഫണ്ടിൻ്റെ കാര്യത്തിലോ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിലോ ഉള്ള വലിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിലത്തെ യൂട്ടിലൈസേഷൻ പ്രധാനമാണ്.
കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ എസ്റ്റിമേറ്റ്, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. Okay. ആ പ്രൊസീജിയറിന്റെ ഇപ്പം BJP പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഭാഗമായിട്ട് പ്രൊസീജിയർ, സംസ്ഥാന സർക്കാർ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടല്ല, നമ്മൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാത്തതാണ് അവരുടെ വിശദീകരണം. പക്ഷെ അപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ വിദേശ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അല്ല, നോക്കൂ, ഇതിനകത്തിലെ മെയിൻ പ്രശ്നങ്ങൾ, ഒന്ന്, കേരളത്തിലുണ്ടായിരുന്ന വിദേശ ഫണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് പോലെയുള്ള വീടുകളുടെ കാര്യത്തിലാണ്. അതിലുണ്ടായിരുന്ന മിഡിൽ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അതിൽ ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്ന രീതി, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പുറത്തു വന്നിരുന്നത് തന്നെ നമ്മൾ അതിൻ്റെ എത്രത്തോളം ഗുരുതരാവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് ഈ എംബസിയുടെയും മറ്റുമുള്ള ഇൻവോൾവ്മെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. അത് കേവലം ഒരു ഡിനയൽ എന്ന രീതിയിലത്തേക്ക് മാത്രമല്ല, അതിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, നമ്മുടെ നാട്ടിൽ എത്രത്തോളം താമസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ നിന്നൊരു എസ്റ്റിമേറ്റ് അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഈ എസ്റ്റിമേറ്റ് അവിടെ ചെന്നിട്ട് കാലതാമസം ഇല്ലാതെയാണ് കേന്ദ്രത്തിൻ്റെ വിദഗ്ധ സംഘം ഇവിടെ വരുന്നത്. അതിനുശേഷം അവർ പൈസ നമ്മുടെ ഇവിടേക്ക് കൊടുക്കുന്നുണ്ട്. ആ കൊടുത്തതിന് ശേഷം, അതായത് ഈ കൊടുക്കുന്നതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമാണ് അലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിനകത്തിൽ ഇവിടെയുള്ള പൈസ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മുറയ്ക്ക് അത് റീഫിൽ ചെയ്യുകയും ചെയ്യും. നമ്മളത് ഉപയോഗിക്കുന്ന പോലുമില്ല. അതിന് ആര് അക്കൗണ്ടബിൾ? പിന്നെ മറ്റുള്ള പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പറയും 50,000 കോടി രൂപ, 5 ലക്ഷം കോടി രൂപ നമുക്ക് തരാനുണ്ട് എന്ന്. നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ ഇവിടെ പറയുന്നതല്ലാതെ ധനമന്ത്രിക്ക് അയച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്തോ CPM ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്തോ പറയുന്നത് ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് തരാനുണ്ട്, തന്നില്ല. GSTയുമായി ബന്ധപ്പെട്ട് ഇത്ര കോടി രൂപയുണ്ട്, തന്നില്ല. കേന്ദ്ര ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഞങ്ങളുടെ ഷെയർ, ആ ഷെയറിനെ ഇത്ര ശതമാനമായിട്ട് കുറച്ചത് കൊണ്ട് ഇത്ര കോടി രൂപ നഷ്ടം വന്നു എന്ന് ഇവിടെ പറയാറുണ്ട്. KN ബാലഗോപാൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ചിരിക്കുന്ന കത്തുകൾ, ഇതിനിടയ്ക്ക് എത്ര കത്തുകൾ വന്നിട്ടുണ്ട്. ഈ കത്തുകളിൽ ഒരെണ്ണത്തിൽ പോലും ഇത് പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പരാമർശിക്കാത്തത്? പറയാൻ പറ്റില്ല. ഫൈനാൻസ് കമ്മീഷനാണ് പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത്. ആ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അപ്രൂവ് ആയതിനു ശേഷം അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള 1970കളിലും 80കളിലും എനിക്ക് ഉണ്ടായിരുന്ന എത്രയായിരുന്നു ശതമാനം, അതിനെ വെച്ചിട്ട് ഞാൻ ഈ 2019 കണക്കായിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഇഫക്റ്റീവ്ലി ഇത്ര കോടി രൂപ നഷ്ടമുണ്ടായി എന്നൊരു കണക്ക് പൊളിറ്റിക്കലി ഇവിടെ യൂസ് ചെയ്യാം. ധനമന്ത്രിയോട് പറയാൻ പറ്റും. ധനമന്ത്രി അപ്പോൾ ചോദിക്കത്തില്ലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നഷ്ടം വന്നിരിക്കുന്നത്? അത് നിങ്ങൾ 1970 കണക്കല്ലേ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറുപടി തീർന്നു. അതുകൊണ്ടാണ് നമ്മുടെ കൊല്ലത്ത് നിന്നുള്ള MP ശ്രീ NK പ്രേമേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട കണക്ക് സഭയിൽ ചോദിക്കുന്ന സമയത്ത് ബാലഗോപാൽ പറഞ്ഞതേ അല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് ശരിയായ കണക്കുകൾ ധനമന്ത്രി അവിടെ പറഞ്ഞത്. അതിവിടെ വാർത്തയായി. അവസാനം ബാലഗോപാൽ പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടു. NK പ്രേമേന്ദ്രൻ അവിടെ പത്രസമ്മേളനം നടത്തി. അതെന്താ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മളോട് പറയുകയാണ്. GST കോമ്പൻസേഷൻ എന്ന് വരെയാണ് സ്റ്റേറ്റ് എലിജിബിൾ എന്നുള്ളത് സ്റ്റേറ്റിന് മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകൾക്കും വേണ്ടിയിട്ട് GST കൗൺസിലിൽ തീരുമാനമായതാണ്. ആ തീരുമാനമാകുമ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഇന്നതാണ്. നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ടാക്സ് കളക്ഷൻ വർദ്ധിപ്പിക്കുക. കോമ്പൻസേഷൻ ഇന്ന സമയത്ത് തീരും. അതിന് തീരുന്നതിന് എത്രയോ കാലം മുമ്പേ നമുക്കറിയാം. തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് കണക്ക് കൂട്ടിയിട്ട് ഇപ്പോഴും പറയുകയാണ് എനിക്ക് ഇത്ര പൈസ കിട്ടാനുണ്ടെന്ന്. ഇല്ല. ഫ്ലോർ ഓഫ് ദ ഹൗസിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ എത്ര പൈസ കൊടുക്കാനുണ്ടോ അത് ഫുൾ പൈസ കൊടുത്തു കഴിഞ്ഞു. ഇനിയില്ല. ഇവിടുത്തെ കണക്ക് പറയുന്ന സമയത്ത് അതുണ്ട്. അത് ഇവിടുന്ന് വരുന്നത് അങ്ങനെ ഒരു കണക്കില്ല. ഈ പീരീഡ് കഴിഞ്ഞതിന് ശേഷം തീരുമാനം പറയാൻ പറ്റുമോ ശ്രീജിത്ത്? അതായത് നമുക്കിപ്പോൾ ഒരു ഒറ്റയ്ക്കൊരു തീരുമാനം ഇപ്പം സ്റ്റേറ്റ് പറയുകയാണ് അങ്ങനെ തെറ്റായ കണക്ക്, അങ്ങനെ ഒരു തെറ്റായ കണക്ക് സ്റ്റേറ്റിനും പറയാൻ പറ്റില്ലല്ലോ. തെറ്റായ കണക്ക് സ്റ്റേറ്റിന് പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ പ്രസ്താവനയാണ്. ഞാൻ പറഞ്ഞത് ഇത് ശരിയായ കണക്കായിരുന്നുവെങ്കിൽ ധനമന്ത്രിക്ക് നമ്മൾ പല പരാധീനവും പറഞ്ഞിട്ട് കത്തയക്കുന്നുണ്ട്. ആ ഒരൊറ്റ കത്തിൽ ശരിയായ കണക്കുകളല്ലാതെ ഈ കണക്കില്ല. ഇവിടെ ഞാൻ ഒരു രസകരമായ കാര്യം പറയാം. കേന്ദ്രം നമ്മുടെ പെട്രോളിൻ്റെ വില ഇറക്കി കുറച്ചല്ലോ. കേന്ദ്രം ഇടപെട്ടിട്ട് കമ്പനികളെ കൊണ്ടത് കുറപ്പിച്ചു. ഏതോ ഒരു ഇലക്ഷനൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ്. അന്ന് ബാലഗോപാൽ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തിയത് ഓർമ്മയുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മളും കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഇതാ ഇത്ര രൂപ കുറച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കുറച്ചതല്ല. മൊത്തത്തിൽ കുറയ്ക്കുന്ന സമയത്ത് അത് 2 കമ്പോണൻറ്റും കൂടിയാണ് കുറയ്ക്കുക. അതായത് ഇത്ര പൈസ ഞാൻ ഇത്ര ശതമാനം കുറച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഷെയറിൻ്റെ കമ്പോണൻറ്റും കൂടി ഓട്ടോമാറ്റിക്കലി കുറയുക ചെയ്യുന്നത്. സ്റ്റേറ്റ് കുറയ്ക്കുകയല്ലത്. ബാലഗോപാൽ വിചാരിച്ച ആ പൈസ എന്നാൽ കൂട്ടാൻ പറ്റുമോ? ബാലഗോപാലിൻ്റെ ഔദാര്യമാണോ? അല്ല. സ്റ്റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഓവർ ആൻഡ് എബവ് ദാറ്റ് ചെയ്യണം. അതായത് കേന്ദ്രം കുറയ്ക്കാൻ തീരുമാനിച്ചു, അതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് ഓട്ടോമാറ്റിക്കലി കുറയുന്ന സാധനം സംസ്ഥാന സർക്കാർ കുറച്ചതാണെന്ന് പറഞ്ഞ് ബാലഗോപാൽ പ്രസ്താവന നടത്തി. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് NK പ്രേമേന്ദ്രൻ വേറെ പ്രസ് മീറ്റ് നടത്തിയതാണ്.
ബാലഗോപാൽ പറഞ്ഞ തെറ്റാണ്, അങ്ങനെ അല്ല, നമ്മൾ കുറയ്ക്കണമെങ്കിൽ ഇതിന് പുറമേ കുറയ്ക്കണമെന്ന് സ്റ്റേറ്റല്ലേ പറഞ്ഞു. ഈ കള്ളം പറഞ്ഞ ആരാ? സ്റ്റേറ്റാണ് പറഞ്ഞത്. ഞാനന്ന് അത് പ്രതികരിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, എൻ കെ പ്രേമചന്ദ്രൻ. ഈ വാർത്ത വന്ന സമയത്ത് വിശ്വസിക്കാൻ കഴിയാതെ അന്ന് എൻ കെ പ്രേമചന്ദ്രൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ശരിക്കും ബാലഗോപാൽ ഇങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ബാലഗോപാൽ പറഞ്ഞ് ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുക എന്ന് പറഞ്ഞു. അത് നുണയില്ല, തട്ടിപ്പല്ലേ, ശുദ്ധ തട്ടിപ്പല്ലേ. ഓട്ടോമാറ്റിക്കലി കുറയുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിന് 10 രൂപയാണ്, അതിന് 10% വില കുറയുന്നു, അപ്പോൾ 1 രൂപ കുറയും. ആ 1 രൂപയുടെ സ്പ്ലിറ്റിനകത്തിൽ സ്റ്റേറ്റിന് 20 പൈസ ഉണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിന് കേന്ദ്ര സർക്കാർ 10% പൈസ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ബാലഗോപാലിന് പറയാൻ പറ്റും, ആ ഗുഡ് ഡേ ബിസ്ക്കറ്റിന് ഞാൻ 20 പൈസ കുറച്ചിട്ടുണ്ടെന്ന്. ഞാനല്ലത് കുറയ്ക്കുന്നത്. ഞാൻ കുറയ്ക്കണമെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്റ്റേറ്റിൻ്റെ വിഹിതത്തിൽ കിട്ടുന്ന പെട്രോളിൻ്റെ കമ്പോണൻറ്റിൽ നിന്ന് ഞാൻ കുറയ്ക്കണം. അത് ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? ഞാൻ 2 രൂപ കുറച്ചെന്നു എന്ന് പറയുക. നുണയല്ലേ? ഞാൻ പറഞ്ഞത് നമുക്ക് കേന്ദ്ര ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടാനുള്ള ഇത്ര പൈസയുണ്ട് എന്ന് പറയുന്നത് മുതൽ, GST കോമ്പൻസേഷൻ ഇത്രയുണ്ട് എന്ന് പറയുന്നത് മുതൽ, നമ്മുടെ ധനമന്ത്രി നമ്മുടെ ഇവിടെ പറയുന്ന ഒരൊറ്റ കണക്കും സാധുതയുള്ളതല്ല. സാധുതയുള്ളതായിരുന്നുവെങ്കിൽ ഇത് നിർമ്മല സീതാരാമൻ അയക്കുന്ന കത്തിൽ ഇത് പറയുമായിരുന്നു. ഒഫീഷ്യൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇതിനെപ്പറ്റി കമാന്ന് മിണ്ടുന്നില്ല, കമാന്നൊരക്ഷരമില്ല. അപ്പോൾ എന്താ അത് പൊളിറ്റിക്കലി ഇവിടെ യൂസ് ചെയ്യുക? എന്തിന്? പറയത്തില്ലേ, കേന്ദ്ര സർക്കാർ ഞങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. ആ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കേന്ദ്രത്തിന്റെ ഡിസ്ബേഴ്സ്മെന്റ് പറയുന്നതായിട്ട് ഞാൻ തോന്നുന്നു. അപ്പം കേന്ദ്ര സർക്കാർ കേരളത്തിൽ എല്ലാ തരത്തിലും പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റ് സ്റ്റേറ്റുകളെ പരിഗണിക്കില്ല, കേരളത്തിലേക്ക് ഒരു തരത്തിലുള്ള ഫണ്ടിങ് ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ. ഇതിന്റെ പലതരത്തിലുള്ള ഗ്യാപ്പുകളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഗ്രാൻഡുകൾ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സമയത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും, ഏറ്റവും കൂടുതൽ അലൊക്കേഷൻ വന്നിരിക്കുന്നത് കേരളത്തിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റഫ്ലി ഞാനത് നോക്കിയിട്ട് പറയുകയല്ല, 50,000+ ക്രോഡ്സിൻ്റെ അലൊക്കേഷൻ വന്നിരിക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ നമ്പർ 1 ഡിസ്ബേഴ്സ്മെൻറ്റ് കേരളത്തിലാണ്, ഇന്ത്യയിൽ. ഇതിൻ്റെ ഫെയിലിയർ എവിടെയാണെന്നറിയോ? ആ ഫെയിലിയറിന് ഞാൻ BJP കുറ്റം പറയത്തുള്ളൂ. കാരണം ഈ കണക്കുകൾ ഇവിടെ ഉണ്ടായിട്ട്, ഇത് സഭയിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളായിട്ട് അത് ഇവിടേക്ക് കൊണ്ടുവന്ന് പറയാനായിട്ട് BJP എന്ന് പറയുന്ന സിസ്റ്റത്തിന് കഴിയുന്നില്ല. അവരല്ലേ ഇത് പറയേണ്ടത്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് BJP ആണ് ഇവിടെ പ്രചരിപ്പിക്കേണ്ടത്. അത് അവർക്ക് സാധിക്കുന്നില്ല. അത് ആരുടെ കുറ്റം? അത് അവരുടെ പ്രശ്നമാണ്. എന്നിട്ടും ബാലഗോപാൽ പറയുന്ന സാധനത്തിന്, അല്ലെങ്കിൽ സർക്കാർ പറയുന്ന സാധനത്തിനാണ് വില, അതിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റേ സംവിധാനത്തിനെ ഇവിടെ കൊണ്ടുവരാൻ പരാജയപ്പെട്ടു. നമ്മുടെ ഏതെങ്കിലും പാർലമെന്ററി ഡിസ്കഷൻസ് എടുത്ത് നോക്കൂ. ജോൺ ബ്രിട്ടാസിനോടുള്ള മറുപടി, എൻ കെ പ്രേമചന്ദ്രന് കൊടുത്തിരിക്കുന്ന മറുപടി, ഈ മറുപടികളിലെല്ലാം തന്നെ നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് കേരളത്തിന് കൊടുത്തിരിക്കുന്നത് എത്രയാണ്, കേരളം കംപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നമ്മളാ ചെയ്യാത്തത്. ഒരു സാധനത്തിന് പ്രോട്ടോക്കോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മൾ കംപ്ലൈ ചെയ്യട്ടെ. നമ്മൾ കംപ്ലൈ ചെയ്യേണ്ടത് ബ്ലാങ്കറ്റായിട്ട് പൈസ കൊണ്ടുവരൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ പൊളിറ്റിക്സ് ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. BJP റൂൾഡ് സ്റ്റേറ്റ് ആണെങ്കിൽ BJP അത് ചെയ്യുമായിരിക്കും. അവർക്ക് താല്പര്യമുള്ള പോൾ ബൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ അവർ ചെയ്യുമായിരിക്കും. അത് ടോട്ടലി എനിക്ക് മനസ്സിലാകും. ആ ഒരു ആക്ഷേപത്തിനെ, ആരോപണത്തിനെ എനിക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇലക്ഷൻ അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞെന്താ, കേരളത്തിൽ പോൾ ബൗണ്ടായിട്ടുള്ള സ്റ്റേറ്റിലാണെങ്കിൽ ഇവിടെ ഒരു എയിംസിൻ്റെ ഡിക്ലറേഷനെങ്കിലും ഉണ്ടാകണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇല്ലാത്തതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്തതാണോ? ഞാനങ്ങനെ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അവർ കാണിച്ച മണ്ടത്തിലാണ്, അവർ പകരം ആമയും തേങ്ങയാണ് തന്നതെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ടതാണ്. അവർക്ക് ആ പ്രയോറിറ്റി കേരളത്തിനോട് ഇപ്പോഴും ഇല്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ബീഹാർ അവർക്ക് അങ്ങനെ ആയിരുന്നില്ല, ആന്ധ്രാപ്രദേശ് അവർക്ക് അങ്ങനെ ആയിരുന്നില്ല. അതിന് വേറെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. കാരണം ഈ 2 സ്ഥലത്തു നിന്നുള്ള പിന്തുണ NDAയിൽ ഉള്ളത് കൊണ്ടാണ് അവരുടെ ഗവൺമെൻറ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവരത് ചെയ്യും. ഞാൻ പറഞ്ഞ അവർക്കൂടെ തരുന്നത് കൊണ്ട് എനിക്കും തരണം എന്ന് നമ്മൾ പറയുന്നതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിൾ പോലും ഇല്ല. ഉണ്ടോ? അത് അവരുടെ അങ്ങനെ ഒരു വ്യത്യസ്തമാകുന്നത്, അവര് അങ്ങനെ കാഴ്ചപ്പാട് ഉണ്ടാകാനൊരു കാരണം ഉണ്ടാവണം. അല്ല, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ്. അതിനിവിടെ തർക്കം. അതായത് ബീഹാറിനോ ചന്ദ്രബാബു നായിഡുവിൻ്റെ സംസ്ഥാനത്തിനോ അവരത് കൊടുക്കുന്നത് പോലെ എനിക്കും തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അത് പൊളിറ്റിക്സ് ആണെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് കിട്ടാനുള്ള സാധനത്തിന് ഞാൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ കംപ്ലൈ ചെയ്യണം. ഞാൻ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആരെ കുറ്റം പറയും? ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഞാൻ ഇതിൻ്റെ എസ്റ്റിമേറ്റ് അവിടെ കണക്കും കൊടുത്തിട്ടുണ്ട് എന്നാണോ നമ്മൾ പറഞ്ഞത്? CPM ഭരണത്തിലിരിക്കുന്ന സമയത്ത് CPMന് ഫേവറുള്ള താല്പര്യം ചെയ്യില്ലേ? ഞാൻ പറഞ്ഞത് ഇവിടെ KM മാണിയുടെ സ്റ്റാച്യു ഉണ്ടാക്കി നിങ്ങൾ വെച്ചു. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വെച്ചേ? രാഷ്ട്രീയമില്ലേ? KM മാണിയോടുള്ള താല്പര്യം കൊണ്ടാണ്. കോഴമാണി കോഴമാണി എന്ന് വിളിച്ച ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്?
എന്നിട്ടോ? അപ്പോൾ നിങ്ങൾ അച്യുതാനന്ദനെ തള്ളി പറഞ്ഞോ? എന്നിട്ടാണോ അത് വെച്ചത്? പൊളിറ്റിക്സ് അല്ലേ? CPM-ൻ്റെ പൈസ കൊണ്ടാണോ എടുത്ത് വെച്ചത്? നമ്മുടെ ബജറ്റിലുള്ള 2-5 കോടി രൂപ വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ? എന്നിട്ട് അതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നതാരെയാണ് നിങ്ങൾ? MK സ്റ്റാലിനെ. ആരുടെ താല്പര്യം? സ്റ്റാലിനെ വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾ യോഗി ആദിത്യനാഥിനെ വിളിക്കണമെന്ന് BJP-ക്കാർ പറഞ്ഞ പിണറായി വിജയൻ വിളിക്കൂ? ഞാൻ പറഞ്ഞ അതെല്ലാം പൊളിറ്റിക്സാണ്. ഇത് BJP ചെയ്യും. ചെയ്യേണ്ടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യണം. നിങ്ങൾ കൊടുത്തിരുന്ന ആദ്യത്തെ ഫിഗേഴ്സ് തന്നെ തെറ്റ് അല്ലേ? ആ ഫിഗേഴ്സ് വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സാണ് വയനാട് വിഷയത്തിൽ ഉൾപ്പെടെ നിങ്ങളിവിടെ കൊടുത്തിരുന്നത്. ഇപ്പോൾ ശ്രീത്തിനോട് ഇത്രയും നേരം നമ്മൾ രാഷ്ട്രീയം സംസാരിച്ചതിനകത്ത് ശ്രീത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും എന്താ പറയുക ചേരുംപടി ചേർക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. അപ്പം നിഷ്പക്ഷനാണ് എന്ന് സ്വയം അങ്ങ് പറയുമ്പോൾ അത് അങ്ങനെ ഒന്ന് നിലനിൽപ്പുണ്ടോ? നിഷ്പക്ഷം എന്ന രീതിയിൽ നിൽക്കാൻ കഴിയും? നിഷ്പക്ഷം എന്ന് പറയുന്നത് അരാഷ്ട്രീയമൊന്നല്ല. എനിക്ക് രാഷ്ട്രീയമില്ല എന്നോ ഞാൻ ഒരു പാർട്ടിയോടൊപ്പമല്ല എന്നുള്ളതല്ല നിഷ്പക്ഷം. നിഷ്പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻധാരണയോടുകൂടി ഒരു വിഷയത്തിനെ സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം വരുന്നു, ആ കാര്യം വന്നതിൻ്റെ ശേഷം അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി നമ്മളൊരു പൊസിഷൻ എടുക്കുക. പൊസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളൊരു പക്ഷത്തിനോടൊപ്പം നിന്നേ പറ്റുള്ളൂ. ഞാൻ സ്ഥിരം അത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഉദാഹരണമാണ്, ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് ആ ഫീൽഡിൽ നിൽക്കുന്നതിൽ എത്ര പക്ഷങ്ങളുണ്ട്? ബാറ്റിങ്ങിന് ഒരു പക്ഷമുണ്ട്, അതൊരു ടീമാണ്. ഫീൽഡ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷമാണ്. 2 അമ്പയർമാർ കൂടിയുണ്ട്. ഈ അമ്പയർമാരവിടെ നിഷ്പക്ഷമാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരാൾ LBW അപ്പീൽ ചെയ്യുന്ന സമയത്ത് അത് ഔട്ടാണ് എന്ന് തോന്നുന്ന സമയത്ത് ആ അമ്പയർ വിരൽ ഉയർത്തും. അപ്പോൾ ആ സമയത്ത് അയാൾ ഫീൽഡിംഗ് പക്ഷത്തിനൊപ്പമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അത് ഔട്ടാണെന്ന് അയാളുടെ ബോധ്യമാണ് അല്ലേ? ഇനി ഔട്ടല്ല എന്നാണ് അയാളുടെ ബോധ്യമെങ്കിലും അപ്പീൽ ചെയ്യുന്ന സമയത്ത് അയാൾ ഔട്ടല്ല എന്ന് പറയും. അപ്പോൾ അയാൾ നിഷ്പക്ഷം അല്ലാതാകുന്നുണ്ടോ? ഇല്ല. അയാളുടെ ബോധ്യത്തിൽ ആ പന്ത് വിക്കറ്റിൽ കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് ഔട്ടല്ല എന്ന് പറയും. ഇവർ ഷൗട്ട് ചെയ്യും, അയാൾ പറയും അത് ഔട്ടല്ല എന്ന്. അതിനർത്ഥം അയാൾ ബാറ്റിംഗ് ടീമിനൊപ്പമാണ് എന്നല്ല. അല്ലാതെ നിഷ്പക്ഷമായിട്ട് അമ്പയർ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ മിണ്ടൂല്ല, അങ്ങനെ ഇരിക്കാനല്ലല്ലോ നമുക്ക് അമ്പയറിനെ വേണ്ടത്. അപ്പോൾ നിഷ്പക്ഷം പോലെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലം നമ്മൾ ഒരു 19-ാം നൂറ്റാണ്ടിൽ കണ്ട കേരളമല്ല ഇന്ന്. അറിയാലോ 19-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു സംഭവം, വികാസങ്ങൾ, കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടുന്ന് കേരളം വളരെ വലിയൊരു എന്താ പറയുക രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമായി മാറുന്നു. പ്രബുദ്ധരാണ് നമ്മളിൽ നിന്ന് സ്വയം നമ്മൾ അഹങ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. 19-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള വലിയൊരു ചരിത്രമാണിത്. നമുക്കതങ്ങ് എളുപ്പത്തിലുണ്ടായതല്ല. പല പല സാമൂഹ്യ പരിഷ്കർത്താക്കൾ വന്നു, പല പല നവോത്ഥാനങ്ങൾ ഉണ്ടായി. ഇതിനൊക്കെ ശേഷം ഉണ്ടായ ഒരു കാര്യമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു നിഷ്പക്ഷമായി എല്ലാത്തിനെയും വിമർശിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം വേണ്ട ഒരു പക്ഷം പിടിക്കാതെ അങ്ങനെ നിൽക്കാൻ അത് എളുപ്പമാണോ? ആ വാക്കിന് തന്നെ എളുപ്പമാണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, ഞാൻ കരുതുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ നിഷ്പക്ഷരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പൊളിറ്റിക്കൽ കളർ വന്നിട്ടില്ല. ചെറിയ ഉദാഹരണം പറയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് CPM-നെതിരെ അതിശക്തമായി വോട്ട് ചെയ്ത ആൾക്കാരാണ് കേരളത്തിലുള്ള ജനങ്ങൾ അല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? CPM-ന് ഒരൊറ്റ സീറ്റ് കിട്ടി, 19 സീറ്റ് UDF-ന് പോയി. ശരിയല്ലേ? 2 വർഷം കഴിഞ്ഞപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ LDF-ന് 99 സീറ്റ് കിട്ടി, UDF-നോ 41 സീറ്റ്. പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചാണ്. എൻ്റെ ചോദ്യമാണ്, ഈ 2 വർഷത്തിനുള്ളിൽ ഈ 2019 വോട്ട് ചെയ്ത അതേ ആൾക്കാർ തന്നെ 2021 വോട്ട് ചെയ്തിരിക്കുകയല്ലേ? കുറച്ച് പേര് മരിച്ചു പോയിട്ട് കാണും, കുറച്ച് പേരെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ബൾക്ക് എവിടെ നിൽക്കുന്നത്? ആ ബൾക്കാണ് 2019 LDF-നെതിരെ UDF-ന് വോട്ട് ചെയ്തു, 2021 UDF-നെതിരെ LDF-ന് വോട്ട് ചെയ്തു. അവർ നിഷ്പക്ഷരായതുകൊണ്ട് അത് ചെയ്തു. അവർ വിചാരിച്ചു സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇന്നയാളിന് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അവർ LDF-ന് കൊടുത്തില്ല. ഇവിടെ അവർ വിചാരിച്ചു ഓക്കെ, കോവിഡ് സമയത്ത് നമ്മുടെ കൂടെ നിന്നത് LDF ആണ്, ശരി അവർക്ക് കൊടുക്കാം. ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാരും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ്. ആൾക്കാർക്ക് പൊളിറ്റിക്സ് ഇല്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാരെല്ലാം സംഖ്യകളായി. അങ്ങനെയാണോ നമ്മൾ കരുതുന്നത്? അല്ല. അതിനർത്ഥം എന്താ? അവർ വിചാരിച്ചു നമ്മളവരെ എല്ലാം കണ്ടു, ഇപ്പോൾ ഒരു കൊള്ളാവുന്ന കാൻഡിഡേറ്റ് വന്നു, നരേന്ദ്രമോദിക്ക് ഇങ്ങനെയുമായിട്ട് വലിയ അടുപ്പമുണ്ട്, ഇയാളുടെ മോടെ കല്യാണത്തിന് അവർ വന്ന് കൈ പിടിച്ചു കൊടുത്തത് ഇയാളാണ്, മോഡിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബന്ധം കൊണ്ട് നമുക്കും ഗുണമുണ്ടാവും, അതുകൊണ്ടാണ് വോട്ട് ചെയ്തു അല്ലേ? പിന്നെ പുള്ളി രാഷ്ട്രീയവും പറഞ്ഞു. ആ രാഷ്ട്രീയം പ്രത്യേകിച്ച് അവിടുത്തെ സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ഒക്കെ എതിരെയുള്ള രാഷ്ട്രീയമായിരുന്നു. അത് അഫക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്തു. അവിടെയുള്ള ഏതെങ്കിലും വിഭാഗം മാറി നിന്നു എന്ന് പറയാൻ പറ്റുമോ? അതിന് തൊട്ടു മുമ്പ് TN പ്രതാപനെ ജയിപ്പിച്ച അതേ ആൾക്കാർ TN പ്രതാപൻ്റെ സ്ഥാനാർത്ഥിയെ താഴേക്ക് തള്ളിവിട്ടിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. പുതിയ ആൾക്കാരെ വോട്ടിങ്ങിന് ഇറക്കിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
അല്ല. അത് സംഭവിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും നിഷ്പക്ഷരാണ്. കോർ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും വളരെ കുറവേ ഉള്ളൂ. നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ പാർട്ടി പ്രചരണം പോലെ ബോർഡും അവർക്കൊരു കൊടിയും ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴി മുഴുവൻ ആ കൊടിയേ കാണത്തുള്ളൂ. നമ്മളീ കാണുന്ന കാവി കൊടിയും ഈ ചുവന്ന കൊടിയും ഒന്നും കാണത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങ് തിരഞ്ഞെടുപ്പിന് പോയപ്പോരെ. നമുക്ക് ഈ ഡോർ ടു ഡോർ ക്യാമ്പയിനും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം. ഇപ്പോൾ ഈ 99 സീറ്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അതേ ആൾക്കാർ അവർ തന്നെയല്ലേ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF ജയിപ്പിച്ചത്? അതോ 2021 വോട്ട് ചെയ്ത ആൾക്കാരെല്ലാം മരിച്ചുപോയോ? പുതിയൊരു സെറ്റ് ഓഫ് ആൾക്കാർ വോട്ടർമാർ വന്നോ? ഇല്ല. അന്ന് UDF 2021 തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റ് കൊടുത്ത ആൾക്കാർ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF കാൻഡിഡേറ്റ്സിന് തന്നെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 വർഷമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ആ 2021 മുതൽ 24 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF തന്നെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഫലം വരുമായിരുന്നു. തൂത്തെറിഞ്ഞില്ലേ? തിരുവനന്തപുരം മണ്ഡലം നോക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ 4 തവണയായിട്ട് ശശി തരൂർ ജയിക്കുന്നത്. ഏതാണ്ട് ഈ 4 തവണയായിട്ടും CPIയുടെ കാൻഡിഡേറ്റ് വരുന്നത് 3ാമതാണ് അല്ലേ? നിയമസഭാ പാറ്റേൺ നോക്ക്. തിരുവനന്തപുരത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണവും LDF ആണ്. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേകം വോട്ടർമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേകം വോട്ടർമാരും ഇവിടെ ഉണ്ട്. ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരാവുകയും അസംബ്ലി ഇലക്ഷനിലേക്ക് ഇടതുപക്ഷമാവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അതിനർത്ഥം ഞാൻ പറഞ്ഞ പോയിന്റാണ് പ്രൂവ് ചെയ്യുന്നത്. എൻ്റെ പോയിന്റ് ഇതാണ്, ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും നിഷ്പക്ഷരാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ മാറ്റി വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അവർ പാർട്ടിക്കാരായിരുന്നെങ്കിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുമായിരുന്നു. പാർട്ടിയോടുള്ള സ്ഥായിയായിട്ടുള്ള വിരോധം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പാർട്ടിക്ക് തിരിച്ച് വോട്ട് ചെയ്യത്തുള്ളൂ. ഈ രീതിയിലത്തേക്കുള്ള സ്വിങ് ഉണ്ടാവില്ല. ആ സ്വിങ് ഉണ്ടാവണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും, മെജോറിറ്റി ഇവിടെയുള്ളവർ നിഷ്പക്ഷരാണ്. സീറ്റുകളുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ അന്ന് ഏറ്റവും മോശമായി നിന്ന ജാതീയതയുടെ പേരിൽ, ദാരിദ്ര്യത്തിന്റെ പേരിൽ ഏത് മേഖലയിലാണ് ആ കാലത്ത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് പോലും ആ അവസ്ഥയിലാണല്ലോ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുതായി കാണാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അതല്ല, നമ്മുടെ നേട്ടങ്ങളെയോ നമ്മൾ കൈവച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളെയോ ഞാൻ തള്ളി പറയുകയല്ല. നമ്മൾ പ്രബുദ്ധ ജനത എന്ന് പറയുന്നത് എന്തിനാണ്? അത് റേസിസമാണ്. നീ അതെന്താ? ബീഹാറി പ്രബുദ്ധനല്ലേ? ഉത്തർപ്രദേശുകാരൻ പ്രബുദ്ധനല്ലേ? ഡൽഹിക്കാരൻ പ്രബുദ്ധനല്ലേ? നമുക്കെന്താ ഈ പ്രബുദ്ധത? എന്താ? തമിഴ്നാട്ടുകാരന് പ്രബുദ്ധതയില്ലേ? കന്നഡക്കാരൻ എന്താ പ്രബുദ്ധതയില്ലേ? എന്താ നമ്മൾ അവകാശപ്പെടുന്നത്? ആര്യൻ റേസ് ഈസ് സുപ്രീം എന്നുള്ള ഹിറ്റ്ലറുടെ കോൺസെപ്റ്റാണത്. ഞാൻ മറ്റവനേക്കാൾ മുകളിലാണ്. അത് നമ്മൾ നടിക്കുക, അത് കാപട്യമാണ്. വേറൊരാളിനും ഇല്ലാത്ത എന്തോ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ത്യയിൽ മൊത്തം തള്ളിക്കറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിസം എന്നുള്ള രീതിയിലല്ല, കമ്മ്യൂണിസവും ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, പക്ഷേ കമ്മ്യൂണിസത്തിനും പങ്കുണ്ട്. അല്ല, ഞാൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന പ്രബുദ്ധത കാരണം ശ്രീനാരായണ ഗുരുവിന് പങ്കില്ലേ? എല്ലാവർക്കും പങ്കുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് പങ്കുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൽ മാത്രമല്ല. അല്ല ഞാൻ പറയുന്നത് ഈ സ്റ്റേറ്റ് എന്ന രീതിയിൽ എപ്പോഴും കേരളത്തെ മാറ്റി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ആ മാറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് 2 രീതിയിൽ കാണാം. നേരത്തെ പറഞ്ഞു, ഒന്ന് BJPയോട് അക്സെപ്റ്റൻസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന, നമ്മളെ അവിടുത്തെ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തേക്ക് BJPയെ കയറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനം. മറ്റെല്ലാ ചെക്ക് പോസ്റ്റുകളിലും തടഞ്ഞിരിക്കുന്ന CPM നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൽ പോസിറ്റീവായിട്ടാണോ അതിനെ കാണേണ്ടത്, നെഗറ്റീവായിട്ടാണോ കാണേണ്ടത്? ഇതേ പ്രബുദ്ധ ജനത നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറ, ഈ തലമുറയ്ക്ക് കാര്യമായ വ്യത്യാസം അതിൽ നിന്നില്ല. നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കറുത്ത ഏട്, ജനാധിപത്യത്തിന്റെ ധ്വംസനം നടന്ന സമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് ബ്ലാങ്ക് എഡിറ്റോറിയൽ എന്തോ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ബ്ലാങ്ക് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെയുള്ള ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന് സമ്പൂർണ്ണ ആധിപത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിപ്പിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളത്? നമ്മുടെ പഴയ തലമുറയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തതാണല്ലോ നമുക്ക് കിട്ടുന്നത്. എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളത്? ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയ പ്രബുദ്ധതയല്ല. നമ്മളെക്കാൾ സൂപ്പർലേറ്റീവ് തിങ്കിങ് ഉള്ള, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനത അങ്ങനെയുള്ള ഒരു സർക്കാരിനെ തൂത്തെറിഞ്ഞു. അങ്ങനെ ഇന്ദിരാഗാന്ധി പോലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ സമയത്ത് ഇവിടെ കോൺഗ്രസ് ജയിക്കുകയാണ്. എന്താ അതിൻ്റെ അകത്തിലെ പ്രബുദ്ധത? നമുക്ക് എന്തെങ്കിലും പ്രബുദ്ധത അവകാശപ്പെടാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഈ പ്രബുദ്ധത എന്ന് പറയുന്നത് ഒരു കാപട്യമാണ്. ഞാൻ മറ്റവനേക്കാൾ മുകളിലാണ് എന്നുള്ളതാണ്. ഇഫക്റ്റ് നോക്കൂ, എല്ലാം ഒന്നാണ്. എല്ലാ മനുഷ്യരാണ്. എല്ലാവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും നമ്മുടെ ജൈവികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒന്നാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഒരുപക്ഷെ ബംഗാളിലെയോ ത്രിപുരയിലെയോ പോലെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിച്ചാൽ അവരും തൂത്തെറിയപ്പെടും. മറ്റുള്ള സംസ്ഥാനങ്ങളിലേതുപോലെ BJP ഇവിടെയും പ്രവർത്തിച്ചാൽ അവരും സ്വീകരിക്കപ്പെടും. അൾട്ടിമേറ്റ്ലി ഇത് ജനമാണ്. ആ ജനം, ഞാൻ പറഞ്ഞ ഇവിടെ വരുന്ന മെജോറിറ്റി 90% വലിയ കണക്കാണ്. അത്രയും വരുന്ന
നിഷ്പക്ഷരായിട്ടുള്ള ജനതയുള്ളത് കൊണ്ടാണ് ഈ 20-1 എന്ന റിസൾട്ട് 99-41 എന്ന രീതിയിലത്തേക്ക് മാറുന്നത്. പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്നവരോ വോട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നവരോ അല്ല, ഈ ആൾക്കാർ തന്നെയാണ്. അത്ര വലിയ സ്വിങ് വരുന്നെങ്കിൽ ആ 90% ഇവിടുത്തെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരാളാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് ഭയപ്പെടാറില്ല എന്നുള്ളൊരു വ്യത്യാസം, എനിക്കതിൻ്റെ അവസരം കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിഷ്പക്ഷതയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും താങ്ക് യു സോ മച്ച്.